ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ മത്തിയായിരുന്നു. അപ്പോൾ നമുക്കത് കറി വയ്ക്കാം. അടുപ്പിലേക്ക് പാൻ വെച്ച് എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചു. നമുക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു തക്കാളി നന്നായിട്ടൊന്ന് അരച്ച ഒരു പേസ്റ്റ് രൂപത്തിലല്ല, ഒരു എന്താ പറയുന്നത്, ഒരു 2 തവണ ഒന്ന് മിക്സി ഓണാക്കി ഓഫാക്കി വെച്ച് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിന് ആവശ്യം വേണ്ട പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെയും പച്ചമണം നല്ലപോലെ മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം കരിയാതെ തന്നെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പിട്ട് കുടംപുളി ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ പെറുക്കിയിടാം. അങ്ങനെ നമ്മുടെ സൂപ്പർ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള മീൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയായി, നമുക്ക് ചോറുണ്ണാൻ സമയമായി. അപ്പോൾ ഇന്ന് നമുക്ക് വേറേണ്ടത് ചെറുപയർ മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബീഫ് കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു ഇന്നലത്തെ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. മീൻ കറിയും കൂട്ടി നമുക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാം. നല്ല കട്ടി തൈരും ഉണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറിയുടെ ആ ഒരു ടേസ്റ്റിൽ ഞാൻ അത് മാത്രം കൂട്ടി ആദ്യമേ ഒന്ന് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് തൈരൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.